ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് ത്രസിപ്പിക്കുന്ന ക്ലൈമാക്സിലേക്ക് നീങ്ങുമ്പോൾ മുൻ സ്പിൻ ഇതിഹാസവും ഓൾറൗണ്ടറുമായ അശ്വിൻ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മത്സരത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് സ്വന്തം എതിരാളികളെയോ സാഹചര്യങ്ങളെയോ അല്ലെന്നും മറിച്ച് ഓസ്ട്രേലിയൻ അമ്പയറായ പോൾ റെയ്ഫലിനെയാണെന്നും അശ്വിൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ത്യൻ വിരുദ്ധ തീരുമാനങ്ങൾ എടുക്കാൻ റെയ്ഫലിന് പ്രത്യേക താല്പര്യമുണ്ടെന്നും താൻ കളിച്ച മത്സരങ്ങളിൽ ഉൾപ്പെടെ പലതവണ അത് സംഭവിച്ചിട്ടുണ്ടെന്നും അശ്വിൻ തുറന്നടിക്കുന്നു. നിലവിൽ ലോർഡ്സിൽ നടക്കുന്ന ടെസ്റ്റിൽ ജോ റൂട്ടിനെ രക്ഷിച്ച റെയ്ഫലിന്റെ വിവാദ തീരുമാനത്തെ അദ്ദേഹം രൂക്ഷമായാണ് വിമർശിച്ചത്. ഈ വിഷയം ക്രിക്കറ്റ് ലോകത്ത് തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ലോർഡ്സ് ടെസ്റ്റിന്റെ 4ാം ദിനം 2ാം സെഷനിൽ ഇംഗ്ലണ്ടിന്റെ സ്റ്റാർ ബാറ്റർ ജോ റൂട്ട് LBW ആയി പുറത്തു പോവേണ്ടതായിരുന്നു. മുഹമ്മദ് സിറാജിന്റെ മനോഹരമായ ഒരു ബോൾ റൂട്ടിനെ വിക്കറ്റിന് മുന്നിൽ കുരുക്കി. സിറാജും മറ്റ് ഇന്ത്യൻ താരങ്ങളും വിക്കറ്റിനായി ശക്തമായി അപ്പീൽ ചെയ്തെങ്കിലും ഓൺഫീൽഡ് അമ്പയർ പോൾ നോട്ട് ഔട്ട് എന്ന് വിധിച്ചു. സിറാജുമായും മറ്റ് താരങ്ങളുമായും സംസാരിച്ച ശേഷം ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ റിവ്യൂ എടുക്കാൻ തീരുമാനിച്ചു. ബോൾ മിഡിൽ സ്റ്റംപിൽ പിച്ച് ചെയ്തതായി ഒറ്റ നോട്ടത്തിൽ വ്യക്തമായിരുന്നു. ബോളിന് കാര്യമായ ഉയരമില്ലാത്തത് കൊണ്ട് ഇന്ത്യൻ താരങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. തേർഡ് അമ്പയറുടെ തീരുമാനം തങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന് അവർ വിശ്വസിച്ചു. അതിനുവേണ്ടി കാത്തിരുന്നു. എന്നാൽ ഈ കാത്തിരിപ്പ് വലിയ ഞെട്ടലിലും നിരാശയിലുമാണ് അവസാനിച്ചത്. ബോൾ ട്രാക്കിംഗ് പരിശോധിച്ചപ്പോൾ പന്ത് ലെഗ് സ്റ്റംപിൽ ജസ്റ്റ് ഹിറ്റ് ചെയ്യുകയാണെന്നത് വ്യക്തമായി. ഇതോടെ അമ്പയേഴ്സ് കോൾ തീരുമാനം വരികയായിരുന്നു. ജോ റൂട്ട് അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. ക്രിക്കറ്റിലെ അമ്പയേഴ്സ് കോൾ നിയമം പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ബോൾ ട്രാക്കിംഗിൽ പന്ത് സ്റ്റംപിന്റെ വളരെ ചെറിയൊരു ഭാഗത്ത് തട്ടുന്നു എന്ന് കാണിക്കുമ്പോൾ ഓൺഫീൽഡ് അമ്പയറുടെ തീരുമാനം നിലനിർത്തുന്നതാണ് ഈ നിയമം. എന്നാൽ ഇത് പലപ്പോഴും വ്യക്തമായ ഔട്ടുകൾ നോട്ട് ഔട്ടായി മാറുന്നതിന് കാരണമാകുന്നുവെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജോ റൂട്ടിനെതിരെയുള്ള ഈ വിവാദ തീരുമാനത്തിന്റെ പേരിൽ മുൻ ഇതിഹാസങ്ങളായ സുനിൽ ഗവാസ്കർ, അനിൽ കുംബ്ലെ എന്നിവരിൽ നിന്നെല്ലാം അമ്പയർ റെയ്ഫൽ വലിയ വിമർശനങ്ങൾ നേരിട്ടു. ആ ബോൾ ലെഗ് സ്റ്റംപിനെ ജസ്റ്റ് തൊടുക മാത്രമേ ഉള്ളൂവെന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരിക്കലുമില്ല, അത് സ്റ്റംപിനെ തെറിപ്പിക്കുമായിരുന്നു എന്നായിരുന്നു ഗവാസ്കർ രൂക്ഷമായി ചൂണ്ടിക്കാട്ടിയത്. റിയൽ ടൈമിൽ ആ ബോൾ വ്യക്തമായ ഔട്ടായിരുന്നുവെന്നും ഇത്തരം അമ്പയേഴ്സ് കോൾ തീരുമാനങ്ങൾ കളിയുടെ ഫലത്തെ ബാധിക്കുമെന്നും ക്രിക്കറ്റ് വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നു. മുൻ ഇംഗ്ലണ്ട് ബാറ്റർ ജൊനാഥൻ ട്രോട്ടും ഈ തീരുമാനം ശരിക്കും ഔട്ടായിരുന്നുവെന്ന് തുറന്നു സമ്മതിച്ചു. നിങ്ങൾ റിയൽ ടൈമിൽ നോക്കിയാൽ അത് ശരിക്കും ഔട്ടാണ്. ഇംഗ്ലണ്ടിന് വീണ്ടും ഭാഗ്യമുണ്ടായി എന്നായിരുന്നു ട്രോട്ടിന്റെ വാക്കുകൾ. എതിർ ടീമിലെ കളിക്കാർ പോലും ഔട്ട് സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമ്പയറുടെ തീരുമാനം ചോദ്യം ചെയ്യപ്പെടുന്നത് സാധാരണമാണ്. ഇത് ക്രിക്കറ്റിലെ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലും അമ്പയർമാരുടെ തീരുമാനങ്ങളിലും കൂടുതൽ സുതാര്യത ആവശ്യമാണെന്ന വാദത്തിന് ശക്തി പകരുന്നുണ്ട്. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ അശ്വിൻ അമ്പയർ പോളിനെതിരെ ആഞ്ഞടിച്ചു. അദ്ദേഹത്തിന് ഇന്ത്യയോട് മുൻപേ തന്നെ വിരോധമുണ്ടെന്നും അശ്വിൻ ആരോപിച്ചു. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ എല്ലായ്പ്പോഴും ഇന്ത്യക്കെതിരെ തീരുമാനമെടുക്കാൻ പോൾ ശ്രമിക്കാറുണ്ടെന്നാണ് അശ്വിൻ തുറന്നടിച്ചിരിക്കുന്നത്. ആഷ് കി ബാത്ത് എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലെ ഷോയിൽ പ്രമുഖ ജേർണലിസ്റ്റ് വിമൽ കുമാറുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോളുമായി നിങ്ങൾ എല്ലായ്പ്പോഴും സംസാരിക്കണമെന്നതാണ് എന്റെ അനുഭവം. നിങ്ങൾ അദ്ദേഹത്തെ സെറ്റ് ചെയ്യുകയും വേണം, അശ്വിൻ പറയുന്നു. താൻ വിക്കറ്റ് നൽകണമെന്ന് പോളിനോട് പറയണമെന്ന് താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും എന്നാൽ ഇന്ത്യ ബൗൾ ചെയ്യുമ്പോഴെല്ലാം അത് ഔട്ടല്ലെന്നാണ് പോൾ കരുതുന്നത് എന്നും അശ്വിൻ ചൂണ്ടിക്കാട്ടി. ഇതിന് വിപരീതമായി ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോൾ അത് ഔട്ട് തന്നെയാണെന്ന് അദ്ദേഹം എല്ലായ്പ്പോഴും വിശ്വസിക്കുന്നുവെന്നും അശ്വിൻ ആരോപിച്ചു. ഇത് അമ്പയറുടെ പക്ഷപാതപരമായ നിലപാടാണ് കാണിക്കുന്നത് എന്നാണ് അശ്വിന്റെ വാദം. ഇന്ത്യക്കെതിരെ മാത്രമല്ല മറ്റ് ടീമുകൾക്കെതിരെയും പോൾ ഇങ്ങനെയാണ് കരുതുന്നത് എങ്കിൽ ICC ഇക്കാര്യം ശ്രദ്ധിക്കുക തന്നെ വേണമെന്ന് അശ്വിൻ ആവശ്യപ്പെട്ടു. അമ്പയർമാരുടെ തീരുമാനങ്ങൾ കളിയുടെ ഫലത്തെ നേരിട്ട് ബാധിക്കുന്നതിനാൽ അവരുടെ നിഷ്പക്ഷതയും കൃത്യതയും അതീവ പ്രധാനമാണ്. പോളാണ് അമ്പയറെങ്കിൽ ആ മത്സരം ഇന്ത്യ ജയിക്കില്ലെന്ന് തന്റെ അച്ഛൻ തന്നോട് പറയാറുണ്ടായിരുന്നതായും അശ്വിൻ കൂട്ടിച്ചേർത്തു. ഇത് പോളിനോടുള്ള അദ്ദേഹത്തിന്റെ ദീർഘകാല നിരീക്ഷണം എത്രത്തോളം ഉണ്ടെന്നത് വ്യക്തമാക്കുകയാണ്. ക്രിക്കറ്റിൽ അമ്പയർമാർക്ക് നിർണായക പങ്കാണുള്ളത്. അവരുടെ തീരുമാനങ്ങൾ മത്സരത്തിന്റെ ഗതിയെയും ചിലപ്പോൾ ഫലത്തെയും തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. സാങ്കേതിക വിദ്യയുടെ കടന്നുവരവ് അമ്പയർമാരുടെ പിഴവുകൾ കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിലും അമ്പയേഴ്സ് കോൾ പോലുള്ള നിയമങ്ങളും അമ്പയർമാരുടെ വ്യക്തിപരമായ നിലപാടുകളും പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഒരു താരത്തിന്റെ ഭാവി പോലും അമ്പയർമാരുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കുമ്പോൾ അവരുടെ നിഷ്പക്ഷതയും കൃത്യതയും ചോദ്യം ചെയ്യപ്പെടുന്നത് ക്രിക്കറ്റിന്റെ ആത്മാവിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ICC അമ്പയർമാരുടെ പ്രകടനങ്ങൾ നിരന്തരം നിരീക്ഷിക്കുകയും ആവശ്യമെങ്കിൽ പരിശീലനം നൽകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കളിക്കാർക്ക് അമ്പയർമാരിൽ വിശ്വാസം നഷ്ടപ്പെടുന്നത് കളിയുടെ നിലവാരത്തെ തന്നെ ദോഷകരമായി ബാധിക്കും.
പോളിനെതിരെയുള്ള അശ്വിന്റെ തുറന്നു പറച്ചിൽ ഇന്ത്യൻ കളിക്കാർക്ക് ഒരുപക്ഷെ ദീർഘകാലമായി തോന്നിയിരുന്ന ഒരു അസന്തുഷ്ടിതയുടെ പ്രതിഫലനമാണ്. ഒരു ചെറിയ പിഴവ് പോലും ഒരു നിർണായക നിമിഷത്തിൽ ഒരു ടീമിന്റെ വിജയത്തെ തടയുകയും മറ്റൊന്നിന് അനുകൂലമാവുകയും ചെയ്യാം. അശ്വിന്റെ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഇത് കേവലം ഒരു മത്സരത്തിലെ തെറ്റായ തീരുമാനം എന്നതിനപ്പുറം ഒരു അമ്പയറുടെ പക്ഷപാതപരമായ നിലപാടാണ്. ഇത്തരം സാഹചര്യങ്ങൾ ഒരു പരമ്പരയുടെ മൊത്തത്തിലുള്ള ഫലത്തെയും കളിക്കാരുടെ മാനസികാവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കും.